47 വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പല വാഹനങ്ങൾക്കും കേടുപാടുണ്ട്. 4 കാറുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് വിവരം ലഭ്യമാവുന്നത്. NIA-യും നാഷണൽ സെക്യൂരിറ്റി ഗാർഡുകളും സ്ഥലത്ത് എത്തിയിരിക്കുന്നുവെന്ന വാർത്ത വരുന്നു. NIA ദേശീയ സുരക്ഷാ ഏജൻസിയും അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സും സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. പോലീസ് സോഴ്സസ് പറയുന്നത് ഒരു CNG ഗ്യാസ് സിലിണ്ടറാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് അപകടമാകാനുള്ള സാധ്യതയാണ് കൂടുന്നത്. പോലീസ് സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു CNG സിലിണ്ടർ, അതായത് കാറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമായി ഉപയോഗിക്കുന്ന സിലിണ്ടറാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നാണ്. തുടർന്നാണ് അഗ്നിബാധ എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകളിൽ ചിലത് പറയുന്നത്. പക്ഷേ പോലീസ് കൺഫേം ചെയ്യേണ്ടതുണ്ട്. പോലീസ് ഔദ്യോഗികമായി എന്ത് സംഭവിച്ചു എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു CNG സിലിണ്ടറാണ് അപകടത്തിനിടയാക്കിയതെന്ന് പോലീസ് സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പബ്ലിക് TV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NIA-യും NSGയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലമാണ് ചെങ്കോട്ടയുടെ മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. വലിയ അഗ്നിബാധയാണ് ഇതേ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തീ അണച്ചു കഴിഞ്ഞു. പക്ഷേ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില എത്രമാത്രം ഗുരുതരമാണ്, അവരുടെ പരുക്കുകൾ തുടങ്ങിയ കാര്യങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. തീ അണയ്ക്കാനായി എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. വിവരങ്ങൾ ഇനിയും കൂടുതലായി ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഒരു ദേശീയ മാധ്യമം यही सुनने में आया सर। हम वहाँ फिर आगे गए नहीं, इसलिए हम फौरन इधर ही दूरी खड़े हो गए। यहाँ पे हमने देखा, सबसे पहले हमने फेफड़ा देखा, वहाँ पड़ा, हमने लगा कि AC होगा। फिर हमने सर को यहाँ पे SHO को बताया हमने कि यहाँ पे सर ये गोश्त पड़ा हुआ है यहाँ पर। उसके बाद हमें लगा कि AC होगा गोश्त, लेकिन उसके बाद फिर हमने हाथ देखा, हम तो खुद शॉक्ड हो गए कि मतलब बयान नहीं कर सकते इस चीज़ को। ദൃക്സാക്ഷികളുടെ വിവരങ്ങളാണ് അവർ നൽകുന്ന ഇൻഫർമേഷനാണ് TV-യിൽ വന്നുകൊണ്ടിരിക്കുന്നത്.